കേരള രാഷ്ട്രീയത്തിലെ മറ്റൊരു അധ്യായം കൂടി അവസാനിച്ചിരിക്കുകയാണ്. VS എന്ന് പറയുന്ന വലിയൊരു അധ്യായം. അദ്ദേഹത്തിൻ്റെ വിയോഗം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയ അദ്ദേഹത്തിൻ്റെ അണികൾക്കുമുണ്ടാക്കിയ വേദന, അതിൻ്റെ പ്രയാസം എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഓരോ ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അദ്ദേഹത്തിന് അവസാനമായ ഒരു നോക്ക് കാണുവാൻ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത്. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണാനായെത്തി. അതിൽ വികലാംഗരായ ആളുകളുണ്ട്. അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളും അവരുടെ പ്രയാസങ്ങളും പോലും വകവയ്ക്കാതെ തങ്ങളുടെ നേതാവിനെ അവസാനമായ ഒരു നോക്ക് കാണാൻ അവർ അവിടേക്കെത്തി. അദ്ദേഹത്തിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര താണ്ടാൻ മാത്രം മണിക്കൂറുകളെടുത്തു. അത്രത്തോളം ജനങ്ങൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി വഴിയോരങ്ങളിൽ തടിച്ചുകൂടി. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭാഷണ ശൈലി, അദ്ദേഹത്തിൻ്റെ ആ നർമ്മം കലർന്ന മനോഹരമായ ആ ഒരു സംസാര രീതി, അത് കാണാൻ തന്നെ വല്ലാത്തൊരു രസമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊതുദർശനത്തിൽ മനോഹരമായ ഒരു കാഴ്ച കാണാനിടയായി. MA യൂസഫ് അലി അദ്ദേഹം അവസാനമായി VS അച്യുതാനന്ദനെ കാണാനെത്തി. എന്നിട്ട് അദ്ദേഹം VSൻ്റെ ആ ഒരു മൃതദേഹത്തിനരികിൽ നിന്നുകൊണ്ട് കൈകൾ മേലോട്ടുയർത്തി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതായി കാണുവാൻ സാധിക്കും. ആ വീഡിയോയ്ക്ക് താഴെ നിരവധി കമൻറ്റുകൾ കാണാനിടയായി. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന VS അച്യുതാനന്ദന് വേണ്ടി എന്തിനാണ് MA യൂസഫ് അലി പ്രാർത്ഥിക്കുന്നത് എന്നടക്കമുള്ള നിരവധി കമൻറ്റുകൾ. ഇവിടെയാണ് MA യൂസഫ് അലി സാഹിബ് അദ്ദേഹം വ്യത്യസ്തനായി മാറുന്നത്. തൻ്റെ മുന്നിൽ കിടക്കുന്നത് ദൈവവിശ്വാസമില്ലാത്ത മനുഷ്യനാണെന്നോ ദൈവവിശ്വാസിയാണോ എന്നൊന്നുമില്ലാതെ അദ്ദേഹം എല്ലാം പടച്ചറബിലേക്ക് അർപ്പിക്കുകയാണ്. നമുക്കറിയാം, ഇത്രയധികം വലിയ കോടിക്കണക്കിന് രൂപ സമ്പാദ്യമുള്ള മനുഷ്യൻ, ലോകം മുഴുവനും അറിയപ്പെടുന്ന ധനികനായ മനുഷ്യൻ. ആ മനുഷ്യൻ ഇത്രയും വലിയ ഉയർന്ന സ്ഥാനത്തിരുന്നിട്ട് പോലും ആ പണത്തിലും സമ്പത്തിലും അഹങ്കാരമില്ലാതെ ആ മനുഷ്യർ ഇപ്പോഴും റബ്ബിനെ ഓർത്തുകൊണ്ട് ജീവിക്കുകയാണ്. അതോടൊപ്പം ഇസ്ലാമിൻ്റെ മനോഹാരിത നമുക്കിതിലൂടെ കാണുവാൻ സാധിക്കും. ശത്രുക്കളോട് പോലും സ്നേഹം പുലർത്തുന്ന മതമാണ് ഇസ്ലാമെന്നും ഇസ്ലാം എന്നുള്ളത് വർഗീയതയുടെയും തീവ്രവാദത്തിൻ്റെയും മതമല്ല എന്നുള്ളതും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ലോകം തിരിച്ചറിയുകയാണ്. അതോടൊപ്പം VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം മരണപ്പെട്ട സമയത്ത് രാഷ്ട്രീയത്തിലുള്ള എല്ലാ നേതാക്കന്മാരും, അത് രാഷ്ട്രീയ നേതാക്കളും സാമുദായിക സംഘടനകളിലെ എല്ലാവരും അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. അത് സ്വാഭാവികമാണ്. എല്ലാ രാഷ്ട്രീയ നേതാക്കളും മരണപ്പെടുന്ന സമയത്ത്, അതിപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് തമ്മിൽ പല വിധത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും പരസ്പരം പഴിചാരലുമൊക്കെ ഉണ്ടാകാം. പിന്നെ ആ മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്കിടയിൽ ആ ഒരു വിദ്വേഷവും ശത്രുതയുമില്ല. അതിനാൽ തന്നെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും മരണപ്പെടുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്നതുപോലെ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ പേരിലും എല്ലാവരും ആദരാഞ്ജലികൾ അർപ്പിച്ചു. പക്ഷേ ആ ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഓരോ പോസ്റ്റുകൾക്ക് താഴെയും ചില കമൻറ്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ കമൻറ്റുകൾ ഇങ്ങനെയാണ്: ലവ് ജിഹാദിൻ്റെ ഉപജ്ഞാതാവ് വിടവാങ്ങി. 20 കൊല്ലം കഴിഞ്ഞാൽ കേരളം ഒരു മുസ്ലിം രാജ്യമാകുമെന്ന് പറഞ്ഞ വ്യക്തി ആരാണ് എന്നറിയുമോ? മലപ്പുറത്തെ കുട്ടികൾ പരീക്ഷകൾ ജയിക്കുന്നത് കോപ്പിയടിച്ചിട്ടാണ് എന്ന് പറഞ്ഞത് ആരാണ്? മുസ്ലിം സ്ത്രീകൾ പ്രസവിച്ചു കൂട്ടുന്നത് മുസ്ലിം രാജ്യം ഉണ്ടാക്കാനാണെന്ന് പ്രസംഗിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അന്തരിച്ചു. ആദരാഞ്ജലികൾ. ഇത്തരത്തിൽ ഒരുപാട് കമൻറ്റുകൾ, നിരവധി കമൻറ്റുകൾ കാണാൻ സാധിക്കും. നോക്കുക, മനുഷ്യൻ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത്, അദ്ദേഹം രാഷ്ട്രീയത്തിലിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരുപാട് പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇത്തരം പ്രസ്താവനകൾ നടത്തിയതുകൊണ്ട് അദ്ദേഹം ഒരു സംഘിയാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധനാണോ എന്നോ നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം സംഘപരിവാറിനെതിരെയും ശക്തമായി പലപ്പോഴായി പ്രതികരിച്ചിട്ടുണ്ട്. നോക്കൂ, അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു പ്രഭാഷണമുണ്ട്. സാധാരണ UP അടക്കമുള്ള പ്രദേശങ്ങളിൽ സംഘപരിവാറുകാർ ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ പശു അമ്മയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിലൊക്കെ ഒരുപാട് ആളുകളെയൊക്കെ തല്ലിക്കൊന്ന വാർത്തകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്.
ആ ഒരു വിഷയത്തിൽ അദ്ദേഹം തിരിച്ചു പ്രതികരിച്ചത് മനോഹരമായ നർമ്മത്തിലൂടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ക് നമുക്ക് കേൾക്കാം. പശു മാതാവാണത്രേ. അപ്പൊ പശുവിന്റെ ഇണയായിട്ടുള്ള കാളയോ കാളയുടെ അച്ഛനാണ്. അമ്മയാണ് പശുവെങ്കിൽ കാളയുടെ അച്ഛനാണോ? വിവരമില്ലാതെ യുക്തിബോധമില്ലാതെ ജനങ്ങളെ പള്ളിക്കുക മാത്രമല്ല ശൂരജനങ്ങളെ അത്യന്തംഭീരമായി ശിക്ഷിക്കുന്ന അതികഠിനമായ ശിക്ഷാ സമ്പ്രദായമാണ് ഇവർ നടത്താക്കിയത്. അതായത് പശു അമ്മയാണ് എന്നുണ്ടെങ്കിൽ കാള അച്ഛനാണോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. കടുത്ത രീതിയിൽ അദ്ദേഹം RSSന്റെ പല അജണ്ടകൾക്കെതിരെ ശബ്ദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് SNDPയുടെ നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായിക്കൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങളെയും മലപ്പുറത്തെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് വർഗീയതയും വിദ്വേഷവും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മലപ്പുറം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രാജ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മലപ്പുറത്തെ വെള്ളാപ്പള്ളി നടേശൻ ടാർഗറ്റ് ചെയ്തത്. കൂടാതെ 2 ദിവസങ്ങൾക്ക് മുമ്പ് മുസ്ലിമീങ്ങൾ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ തുടങ്ങി, അങ്ങനെയുള്ള പല വർഗീയ പരാമർശങ്ങൾ നടേശൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ മകനായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയെ ദുബൈയിലെ ജയിലിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഇതേ വെള്ളാപ്പള്ളി നടേശൻ പെറ്റുപെരുകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിയ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യനായ MA യൂസഫ് അലിയാണെന്ന് ഓർക്കണം. സ്വന്തം മകൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തി ദുബൈ ജയിലിൽ കഴിഞ്ഞപ്പോൾ രക്ഷപ്പെടുത്താൻ ആരുമുണ്ടായിരുന്നില്ല. 2020 ഡിസംബറിൽ ദുബൈയിൽ ഒരാളിൽ നിന്നും 19 കോടിയോളം രൂപ വെട്ടിപ്പ് നടത്തി ജയിലിൽ പോയ വെള്ളാപ്പള്ളി തുഷാറിനെ ജാമ്യത്തുക നൽകി ജയിലിൽ നിന്ന് മോചിപ്പിച്ച് ഭക്ഷണവും ആവശ്യവുമായ സഹായങ്ങളും നൽകി നാട്ടിലേക്ക് കയറ്റിവിട്ട വ്യക്തിയുടെ പേര് മനുഷ്യസ്നേഹിയായ MA യൂസഫ് അലി എന്നാണ്. അന്ന് ക്യാഷ് കൊടുത്ത് സഹായിക്കാൻ K സുരേന്ദ്രനോ രാജീവ് ചന്ദ്രശേഖറോ നരേന്ദ്രമോദിയോ അമിത്ഷായോ മറ്റു BJP നേതാക്കൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. മാത്രമല്ല MA യൂസഫ് അലി അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ബെക്സ് കൃഷ്ണൻ എന്ന് പറയുന്ന ഹൈന്ദവ സഹോദരനെ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് MA യൂസഫ് അലി ആയിരുന്നു. കേരളത്തിൽ മതം നോക്കാതെ ഒരുപാട് പാവപ്പെട്ട ജനതയ്ക്ക് അദ്ദേഹം ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരെയും വെറുപ്പിക്കാതെ, മതം പറയാതെ, ജാതി പറയാതെ എല്ലാവരെയും ഒരുപോലെ കാണാനും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനും ശ്രമിക്കുക. നോക്കൂ, ഞാനും നിങ്ങളുമടക്കം എല്ലാവരും മരണപ്പെടേണ്ടവരാണ്. ഇവിടെ എത്രയെത്ര നേതാക്കന്മാർ കടന്നു വന്നു, എത്രയെത്ര ഭരണാധികാരികൾ, മതം പറഞ്ഞ് മനുഷ്യരെ തമ്മിലടിപ്പിച്ചവർ, ജാതിയും മതവും പറഞ്ഞ് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചവർ, എത്രയെത്ര പേർ. അവരെല്ലാവരും ഇന്ന് മണ്ണോട് മണ്ണ് അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. മരണപ്പെട്ട് കഴിയുമ്പോൾ എല്ലാവരുടെയും സ്നേഹമാണ് നമുക്ക് വേണ്ടത്. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്തല്ല, ആ മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാലും ആ മനുഷ്യനെക്കുറിച്ച് ആളുകൾ വളരെയധികം സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകുന്നുണ്ട് എങ്കിൽ അവിടെയാണ് ആ മനുഷ്യൻ വിജയിച്ചു എന്നർത്ഥം. അതിനാൽ തന്നെ ജീവിച്ചിരിക്കുന്ന കാലത്ത് എല്ലാവരെയും ചേർത്ത് പിടിക്കുക, നല്ലൊരു ഭരണാധികാരിയാവാൻ ശ്രമിക്കുക. അവസാനമായി VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ജനലക്ഷങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച നേതാവിന് ആദരാഞ്ജലികൾ.